കർണാടക, തമിഴ്നാട്, ആന്ധ്ര സംസ്ഥാനങ്ങളിലൂടെ 260 കിലോമീറ്റർ ദൂരത്തിൽ കടന്നുപോകുന്ന നാലുവരിപ്പാതയായ ചെന്നൈ-ബെംഗളൂരു എക്സ്പ്രസ് വേയുടെ ഉദ്ഘാടനം 2025-ൽ ഉണ്ടാകുമെന്ന റിപ്പോർട്ട്. ആദ്യഘട്ടത്തിൽ 8വരിപ്പാതയായി തീരുമാനിച്ച പദ്ധതി പിന്നീട് 4വരിപ്പാതയാക്കുകയായിരുന്നു. ട്രാഫിക് തിരക്ക് കണക്കിലെടുത്തായിരുന്നു ഈ തീരുമാനമെങ്കിലും ഭാവിയിൽ 8വരിപ്പാതയാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. 260.85 കിലോമീറ്റർ ദൈർഘ്യമുള്ള ചെന്നൈ-ബെംഗളൂരു എക്സ്പ്രസ് വേ ചെന്നൈക്കും ബെംഗളൂരുവിനുമിടയിലുള്ള യാത്രാസമയം 2 മണിക്കൂറായി കുറയ്ക്കും. രണ്ട് നഗരങ്ങൾക്കിടയിലുള്ള അകലം 38 കിലോമീറ്റർ കുറക്കാനും പദ്ധതി സഹായിക്കും. 4വരിപ്പാതയിലൂടെ മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാം. മറ്റു പാതകൾക്ക് എക്സ്പ്രസ് വേയിലേക്ക് പ്രവേശമുണ്ടാകില്ല. മുൻപ് നിശ്ചയിച്ചതനുസരിച്ചുള്ള വേഗത പദ്ധതി പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകുന്നില്ലെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി പാർലമെന്റിൽ വ്യക്തമാക്കിയതായി ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. കർണാടകയിലെ 71 കിലോമീറ്റർ ദൈർഘ്യമുള്ള 3 പാക്കേജുകളും ചെറിയ പാലങ്ങളുടെ നിർമ്മാണവും പൂർത്തിയായി. ആന്ധ്രാപ്രദേശിലൂടെ കടന്നുപോകുന്ന പാതയുടെ 85 കിലോമീറ്റർ നിർമ്മാണവും തമിഴ്നാട്ടിലെ 106 കിലോമീറ്റർ പാതയുടെ നിർമ്മാണവും മന്ദഗതിയിലാണ്. ചെറിയ പാലങ്ങളുടെ നിർമ്മാണം മാത്രമാണ് കർണാടകയിൽ അവശേഷിക്കുന്നത്. ചെന്നൈ-ബെംഗളൂരു എക്സ്പ്രസ് വേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം പൂർത്തിയാക്കാനാകുമെന്നും 2024-ൽ ഉദ്ഘാടനം നടത്താൻ സാധിക്കുമെന്നുമായിരുന്നു പദ്ധതിയുടെ ആദ്യഘട്ടം കരുതിയത്. നിർമ്മാണ പ്രവൃത്തികളിൽ കാലതാമസമുണ്ടെങ്കിലും 2025 ഓഗസ്റ്റിൽ ബെംഗളൂരു-ചെന്നൈ എക്സ്പ്രസ് വേ പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുമെന്നാണ് കരുതുന്നത്. കർണാടകയിലെ ബെംഗളൂരുവിന് സമീപമുള്ള ഹോസ്കോട്ടിനെയും തമിഴ്നാട്ടിലെ ചെന്നൈ നഗരത്തിന് സമീപ പ്രദേശമായ ശ്രീപെരുമ്പത്തൂരിനെയും ബന്ധിപ്പിച്ച് കടന്നുപോകുന്നതാണ് ബംഗളൂരു-ചെന്നൈ എക്സ്പ്രസ് വേ. 2011-ൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതി ഭാരത്മാല പരിയോജന പ്രോഗ്രാമിന് കീഴിലാണ് പുരോഗമിക്കുന്നത്. 2022 മെയ് 26-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തറക്കല്ലിട്ടത്. ചെന്നൈ-ബെംഗളൂരു എക്സ്പ്രസ് വേ പദ്ധതിക്ക് 17,000 കോടി രൂപയാണ് കണക്കാക്കിയിരിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ 3 സംസ്ഥാനങ്ങളിലെയും വ്യവസായ മേഖലയ്ക്ക് കരുത്താകും. ഭാവിയിൽ 8വരിപ്പാതയാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് നിർമ്മാണം. 2650 ഏക്കർ ഭൂമിയാണ് പാത നിർമ്മാണത്തിനായി ഏറ്റെടുത്തത്.